അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 5ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ വേണ്ടി 2025 കഴിഞ്ഞ വർഷത്തെ താരീഖ് അഖ്ലാഖ് വാർഷിക പരീക്ഷയുടെ പൊതുപരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ പറ്റും. ഒന്നാമത്തത് പാർട്ട് 1 യോജിപ്പിക്കുക എന്നാണ്. ഗസ്വത്ത്, മുനാഫിക്കുകൾ, 15, ഹിജ്ർ, ഖൽബ്, മടിക്കരുത്, 5 ഇങ്ങനെയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യങ്ങളാണ്: ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ, അവരുടെ എണ്ണം. ഉഹദ് യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ എണ്ണം 15. തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണ്. തഖ്വ നിലകൊള്ളുന്ന അഥവാ ഭക്തി നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ്, ഹൃദയം. ഖൽബ്. മൂന്നാമത്തെ ചോദ്യം: നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം, അതിന് പറയുന്ന പേര് ഗസ്വത്ത് എന്നാണ് പറയുക. ഗസ്വത്ത്. പാശ്ചാത്തപിക്കാൻ അഥവാ തൗബ ചെയ്യാൻ. പാശ്ചാത്തപിക്കാൻ, ബാക്കി പൂരിപ്പിച്ചു കൊടുക്കാൻ. പാശ്ചാത്തപിക്കാൻ, മടിക്കരുത് എന്നാണ് പൂരിപ്പിക്കാനുള്ളത്. ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങി പോയ 300 പേർ, ഓർക്ക് പറയുന്ന പേര് അല്ലേ? ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ. മുനാഫിക്കുകൾ എന്നാണ് അവിടെ പൂർത്തിയാക്കേണ്ടത്. സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം, ആ സ്ഥലത്തിന് പറയുന്ന പേര്. സമൂദ് ഗോത്രക്കാരെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഹിജ്ർ. ഇനി ഹിജ്റ വർഷവും മാസവും എഴുതുക. ഖൈബർ യുദ്ധം, അപ്പോൾ ഖൈബർ യുദ്ധം നടന്ന വർഷം, മാസം അല്ല. അപ്പോൾ നോക്കുക, ഖൈബർ യുദ്ധം നടന്നത് ഹിജ്റ 7 മുഹറം മാസത്തിൽ. ഖൈബർ യുദ്ധം നടന്നത് ഹിജ്റ 7 മുഹറം മാസത്തിൽ. ഇനി ഉഹദ് യുദ്ധം നടന്നത് ഹിജ്റ 3 ശവ്വാൽ മാസത്തിൽ. മക്ക വിജയമുണ്ടായത് ഹിജ്റ 8 റമദാൻ മാസത്തിൽ. ഇനി പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് ഹിജ്റ 2 സഫർ മാസത്തിൽ. ഇനി ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത് ഹിജ്റ 10 ദുൽഖഅദ മാസത്തിൽ. അപ്പോൾ യുദ്ധങ്ങൾ, പ്രധാന സംഭവങ്ങളൊക്കെ നടന്നതിൻ്റെ വർഷവും മാസവും പഠിച്ചു വെക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഉത്തരം എഴുതാം.